ഡാറ്റ അനാലിസിസിൽ കോഡിംഗ് എന്തിനാണ്? പൈത്തൺ പോലത്തെ ലാംഗ്വേജ് എന്തിനാണ്? ഇതൊക്കെ പഠിച്ച ഡേറ്റ അനാലിസിസിന് എങ്ങനെ യൂസ് ആവും? ഒന്ന് പറഞ്ഞു തരുമോ? ഇതായിരുന്നു എനിക്ക് കിട്ടിയ കമന്റ്. സോ ഞാൻ ചെയ്ത വീഡിയോയില് വന്നൊരു കമന്റ് ആയിരുന്നു ഇത്. സോ ഇത് ഒരാളുടെ മാത്രം സംശയമല്ല, ഡേറ്റ അനാലിസിസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പലർക്കും തോന്നുന്ന ഒരു കാര്യമാണിത്. നമുക്ക് എക്സൽ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ കോഡിംഗ് ഒക്കെ പഠിച്ച് കഷ്ടപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ഈ വീഡിയോയില് ഈ ചോദ്യത്തിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാനാണ് ഞാൻ പോകുന്നത്. ഡേറ്റ അനാലിസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആയിരിക്കും. ചെറിയ ഒരു ഡേറ്റ സെറ്റിൽ നിന്നും തുടങ്ങി ഡേറ്റകളെ ഹാൻഡിൽ ചെയ്യാനും സിമ്പിൾ ചാർട്ട്സ് ഉണ്ടാക്കാനും എക്സൽ ഒരു കിടിലൻ ടൂളാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ ഡേറ്റ അനലിസ്റ്റ് ആവുമ്പോൾ നമ്മൾ നേരിടുന്ന ചലഞ്ചസ് കുറച്ചുകൂടെ വലുതായിരിക്കും. ഇവിടെയാണ് എക്സലിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ പ്രധാനമായും 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തേത്, വലിയ ഡേറ്റ സെറ്റുകൾ. എക്സലില് ഒരു 10,000 ലൈൻ ഡേറ്റയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വരികളുള്ള ഡേറ്റ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് എക്സലിൽ തുറന്നാല് സിസ്റ്റം ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ എക്സലിൽ എന്താ സംഭവിക്കും? എക്സലിൽ തോറ്റു പോകുന്നതോടെ. രണ്ടാമത്തേതെന്ന് പറയുമ്പം ഓട്ടോമേഷൻ ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങൾക്ക് 12 മാസത്തെ 12 സെയിൽസ് റിപ്പോർട്ട് കിട്ടുന്നു. ഓരോന്നും തുറന്ന് അതിലെ ഡേറ്റ ക്ലീൻ ചെയ്ത് എല്ലാം കൂടെ ഒരേ ഫയലില് ആക്കണം. സോ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് വളരെ സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്, അല്ല? പൈത്തൺ ഇവിടെയാണ് വലിയൊരു ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യുന്നത്. സോ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഈ 2 പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പൈത്തൺ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് പൈത്തൺ എന്ന് ചോദിക്കുമ്പോൾ, പൈത്തൺ പഠിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ അതിന്റെ പവർ എന്ന് പറയുന്നത് അതിന്റെ ലൈബ്രറീസ് ആണ്. സോ ഡേറ്റ അനാലിസിസിന് വേണ്ടി മാത്രമുള്ള സൂപ്പർ ഹീറോസ് ആണ് ഈ പറയുന്ന ലൈബ്രറീസ്. ഒന്ന്, പാൻഡാസ്. എത്ര വലിയ ഡേറ്റ ഫയലും നിമിഷങ്ങൾക്കകം ലോഡ് ചെയ്യാൻ നമുക്ക് അവിടെ പറ്റും. ഡേറ്റ ക്ലീൻ ചെയ്യാനും നമുക്ക് വേണ്ടുന്ന രീതിയിൽ മാറ്റിമറിക്കാനും ഒക്കെ പാൻഡാസ് നമ്മളെ സഹായിക്കുന്നു. രണ്ടാമത്തേതാണ് മാറ്റ്പ്ലോട്ലിബും സീബോണും. സോ എക്സലിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ സ്ട്രോങ്ങും അട്രാക്റ്റീവും ആയിട്ടുള്ള ചാർട്ട്സും ഗ്രാഫ്സും ഉണ്ടാക്കാൻ ഈ പറയുന്ന ലൈബ്രറീസ് നമ്മളെ സഹായിക്കും. ഓക്കെ, ഇനി പൈത്തൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, അപ്പൊ ഒരു ഡേറ്റ അനലിസ്റ്റ് എങ്ങനെയാണ് പൈത്തൺ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം, അനലിസ്റ്റിന് ഒരുപാട് മിസ്റ്റേക്സ് ഉള്ള വൃത്തിയില്ലാത്ത ഒരു ഡേറ്റ ഫയലാണ് കിട്ടുക. ഓക്കെ, അപ്പം ഈ പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് പല സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ അനലിസ്റ്റ് എന്താ ചെയ്യാ? പൈത്തണിലെ ലൈബ്രറീസ് ഉപയോഗിച്ച് ഈ ഡേറ്റനെ ക്ലീൻ ചെയ്യും. എന്നിട്ട് ഒരൊറ്റ കമാൻഡിൽ തന്നെ മിസ്റ്റേക്സ്, മിസ്സിംഗ് വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. അടുത്തതായി അവർ ഡേറ്റയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, ഏത് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ സെയിൽ ആയത്? ഏത് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത്? ഇതുപോലെ പല ചോദ്യങ്ങൾ. സോ പൈത്തൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിമിഷങ്ങൾക്കകം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനും സാധിക്കും. അതിനുശേഷം ഈ കണ്ടെത്തിയ കാര്യങ്ങൾ മാനേജർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പം അവര് മാറ്റ്പ്ലോട്ലിബ് പോലുള്ള ലൈബ്രറീസ് ഉപയോഗിച്ച് വളരെ ക്ലിയർ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ചാർട്ട്സ് ഉണ്ടാക്കും. ആ ചാർട്ട് കണ്ടാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലാക്കാനും പറ്റും. ഇനി ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ, അടുത്ത മാസം പുതിയൊരു ഡേറ്റ വരുന്ന സമയത്ത് ഈ ടാസ്കുകളെല്ലാം നമ്മൾ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ എഴുതിയ ആ ഒരു പൈത്തൺ കോഡ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ പ്രവർത്തിപ്പിച്ചാൽ മാത്രം മതിയാവും. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് പുതിയ റിപ്പോർട്ട് റെഡി ആയി കിട്ടും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഒരു ഡേറ്റ അനലിസ്റ്റിന് കോഡിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്. സോ വലിയ ഡേറ്റ കൈകാര്യം ചെയ്യാനും ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാനും സമയം ലാഭിക്കാനും അഡ്വാൻസ്ഡ് അനാലിസിസ് ചെയ്യാനും കോഡിംഗ് സഹായിക്കുന്നു. അപ്പൊ കോഡിംഗ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിവിടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഡേറ്റയോട് സംസാരിക്കാനും അതിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശക്തമായ ടൂളായിട്ട് മാത്രം കോഡിങ്ങിനെ കണ്ടാൽ മതിയാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഡേറ്റ അനാലിസിസ്, പൈത്തൺ, സീക്വൽ തുടങ്ങിയ ടോപ്പിക്സിൽ ഇനിയും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. സോ ഹാപ്പി ലേണിംഗ്.